ഈ ചോദ്യം നോക്കൂ കൂട്ടുകാരെ, ഒരു സംഖ്യയുടെ 65%ൻ്റെ 20% എന്ന് പറയുന്നത് ഏത് നിരക്കിന് തുല്യമാണ്? എളുപ്പത്തിന് നമുക്കിങ്ങനെ എഴുതാം. എക്സിൻ്റെ 65%, ശതമാനം നമ്മൾ എഴുതുമ്പോൾ 100-ൽ വെച്ചാണ് എഴുതുക. അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്രയാണ് എന്നാണ് ഇവിടെ ചോദ്യം. നോക്കൂ, ഇതിനെ നമുക്ക് എളുപ്പത്തിന് വെട്ടി ചെറുതാക്കാം. ഈ ഒരു പൂജ്യത്തെയും ഈ ഒരു പൂജ്യത്തെയും, അതായത് 20-ൽ 10 2 തവണ, 100-ൽ ബാക്കിയുള്ളത് നമുക്ക് ഗുണനമായതുകൊണ്ട് നമുക്ക് നേരിട്ട് ഗുണിക്കാം. 65-നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക്, എക്സിനെ ഞാൻ അതുപോലെ തന്നെ എടുത്ത് ഇവിടെ എഴുതുന്നു, 65-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 130 എന്ന് കിട്ടും. 10-നെ 100 കൊണ്ട് ഗുണിച്ചാൽ 1000 എന്നും കിട്ടും. നോക്കൂ, ഈ 1000-ൻ്റെ ഈ ഒരു പൂജ്യം വെട്ടാം, 130-ൻ്റെ ഒരു പൂജ്യം വെട്ടാം, അഥവാ 10-നെ വെട്ടി ഇതിൽ നിന്ന് ചെറുതാക്കാം. ബാക്കിയുള്ളത് നോക്കൂ, എക്സ് ഇൻറ്റു 13/100, അതായത് എക്സിൻ്റെ 13% എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 13% ഇതിൻ്റെ ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ട് സംഖ്യകളുടെ തുക 23-ഉം അവ തമ്മിലുള്ള വ്യത്യാസം ആയാൽ, അതായത് രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എക്സും പിന്നെ അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് വേണം y എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ എക്സിനോട് ഏതൊരു സംഖ്യ കൂട്ടിയപ്പോൾ 23 കിട്ടിയെങ്കിൽ ആ സംഖ്യ എന്നുള്ളത് 23-ൽ നിന്ന് എക്സ് കുറച്ചതാണ് അല്ലേ. അപ്പോൾ ഞാനതിന് ഇങ്ങനെ എഴുതുന്നു, 23 - എക്സ്. ഇതാണ് രണ്ട് സംഖ്യകൾ. ഒരു സംഖ്യ എക്സും മറ്റേ സംഖ്യ 23 - എക്സും ആണ്. അതിൻ്റെ തുക 23 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം 12. എക്സും ഈ ഒരു സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, ഈ മൈനസ് ടേം ഞാൻ ഇതിലൂടെ എഴുതുമ്പോൾ ഇതിൻ്റെ സിമ്പിൾ നേരെ റിവേഴ്സ് ആകും. അഥവാ ഈ ബ്രാക്കറ്റിലുള്ള സംഖ്യ ഞാൻ പുറത്ത് എഴുതുമ്പോൾ, അതായത് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. അഥവാ ഇവിടെ ഞാൻ ഒന്നുകൂടെ എഴുതി സ്റ്റെപ്പ് ഇവിടെ കാണിക്കാം. 23 - എക്സ് എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇതിനെ മാറ്റി എഴുതിയാൽ ഈ മൈനസും ഈ 23-ൻ്റെ സിമ്പിൾ +2 ആണ്, അത് കൂടി ചേർന്ന് അത് മൈനസായി മാറും. അഥവാ എക്സ് -23 ആകും. ഈ മൈനസും ഈ എക്സിൻ്റെ സിമ്പിൾ മൈനസും ആണ്, മൈനസും ചേർന്ന് പ്ലസ് ആകും അല്ലേ. അഥവാ എക്സ് -23 ആകും. അത് എത്രയാണെന്ന് നോക്കൂ, ഉത്തരം 12 എന്ന് തന്നിട്ടുണ്ട്. അഥവാ ഈ എക്സും കൂട്ടിയാൽ നമുക്ക് 2x എന്ന് കിട്ടും. 2x = ഈ 23-ഉം 12-ഉം കൂട്ടിയതാണ് അല്ലേ. അഥവാ എക്സും 2x എന്ന് 23 കുറച്ചാൽ 12 കിട്ടുമെങ്കിൽ 2x എന്നുള്ളത് 23-നോട് 12 കൂട്ടിയതാണ്. അപ്പോൾ 23-ഉം 12-ഉം നമുക്കറിയാം 35 ആണ്. അഥവാ എക്സ് എന്നുള്ളത് 35-നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം 17.5 എന്ന് കിട്ടും. അപ്പോൾ 17 എക്സിൻ്റെ വില എന്നുള്ളത്. അപ്പോൾ ഒരു സംഖ്യയുടെ അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം, അഥവാ എക്സിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ 17.5-ൻ്റെ വർഗ്ഗം, അത് നമുക്ക് ചെയ്യാം. 17.5-ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 17-യെ 17 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം 306.25 എന്ന് കിട്ടും. എളുപ്പത്തിന് പറഞ്ഞാൽ 17-ൻ്റെ സ്ക്വയർ എന്നുള്ളത് 300, നമുക്കറിയാം 17.5-ൻ്റെ സ്ക്വയർ എന്നുള്ളത് 306. ഗുണിക്കാൻ അറിയാമെന്ന് കരുതുന്നു. പിന്നെ അടുത്ത സംഖ്യ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കൂ, എക്സും 23-ൽ നിന്ന് എക്സ് കുറച്ചാൽ നമുക്ക് 23 കിട്ടും എങ്കിൽ, അഥവാ 23-ൽ നിന്ന് എക്സ് കുറച്ചാൽ ഈ രണ്ടാമത്തെ സംഖ്യ നമുക്ക് കിട്ടും അല്ലേ. അഥവാ 23-ൽ നിന്ന് എക്സ് കുറച്ചാൽ നമുക്ക് രണ്ടാമത്തെ സംഖ്യ കിട്ടും. ഇവിടെ എക്സ് എന്നുള്ളത് 17.5 ആണ്. 23-ൽ നിന്ന് 17.5 കുറച്ചാൽ നമുക്ക് ഉത്തരം 5.5 എന്ന് കിട്ടും. അപ്പോൾ ഈ 5.5-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് 30.25 എന്ന് കിട്ടും അല്ലേ. 5.5-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 30.25. ഇനി നോക്കൂ, അവയുടെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചാൽ 306.25-ൽ നിന്ന് 30.25 കുറച്ചാൽ നമുക്കറിയാം 306-ൽ നിന്ന് പിന്നെ 30 കഴിച്ചാൽ ബാക്കി 276 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു കൂട്ടുകാരെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.